ഇന്ന് ഈസ്റ്ററിൻ്റെ തലേദിവസമാണ് കേട്ടോ. അതായത് ശനിയാഴ്ച നമ്മളിതാ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ ചിനിക്കപ്പാറയ്ക്ക് പോകാൻ വേണ്ടി റെഡി ആയേക്കുവാണ്. റെഡി ആവാനൊന്നുമില്ല, ഒന്ന് കുളിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെ തന്നെ ഇടുന്നത്. പിന്നെ വീട്ടിൽ പോയിട്ട് ബാക്കിയെല്ലാം ഒരുങ്ങി അങ്ങനെ അവിടുന്ന് പള്ളിയിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. ആദ്യമേ ഓട്ടോയ്ക്കാണ് പോകുന്നതെന്ന് വിചാരിച്ച് ഞങ്ങൾ സാധനങ്ങളെല്ലാം കൂടെ ഓട്ടോറിക്ഷയിൽ കൊണ്ടേ പെറുക്കി വെച്ചു. പിന്നെയാണ് പറയുന്നത് കാറിന് പോകാമെന്ന്. അപ്പോൾ പിന്നെ കാറിലേക്ക് പിന്നെ സാധനങ്ങളെല്ലാം കൂടെ വലിച്ചെടുത്തുകൊണ്ട് പോരണം. അപ്പോൾ അതൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ചേട്ടാ ഇതാ വാതിലൊക്കെ പൂട്ടിപ്പറക്കി ഇറങ്ങി വരുന്നുള്ളൂ. അപ്പോൾ സാധനങ്ങളെല്ലാം ആദ്യം അങ്ങോട്ട് കയറ്റി വെച്ചാരണം, പിന്നെ അവിടെ നിന്നെല്ലാം കൂടെ തിരിച്ചിങ്ങോട്ട് കയറ്റേണ്ടി വന്നു. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആദ്യമേ തന്നെ. അങ്ങനെ എല്ലാം കൂടെ വലിച്ച് പറക്കി ഇതിനകത്തോട്ടിട്ടു. അപ്പോഴത്തേക്ക് യേശക്കൂട്ടനാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇരിക്കത്തുള്ളൂ. വണ്ടി ഓടിക്കാനെന്ന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഇങ്ങനെ പിടിച്ച് തിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പായി എന്നാ കാണിക്കുന്നതെന്നാണ് അവൻ നോക്കുന്നത്. അതുപോലെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിടിച്ച് തിരിച്ചുകൊണ്ടിരിക്കും. പിന്നെ കൊച്ചിനെയൊക്കെ അവിടെ നിന്ന് എടുത്ത് നേരെ തന്നെ നമ്മൾ കുറച്ച് താമസിച്ചായിരുന്നു, 7 മണിയൊക്കെ ആയായിരുന്നു നമ്മൾ വീട്ടിലേക്ക് പോയപ്പോഴത്തേക്കും. അപ്പോൾ അവിടെ ചെന്നു. എന്നിട്ട് അവിടെ ചെന്നപ്പോഴത്തേക്കും പിള്ളേർക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വീട്ടിൽ നിന്ന് ചായ മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് കപ്പയും ബീഫ് വന്നു. കപ്പയും ബീഫും കൂടെ വേഗം കൊടുത്തു. ഞങ്ങളും അങ്ങനെ കഴിച്ചു. എന്നിട്ട് പിന്നെ ഞാൻ സാരിയാണ് രാത്രി പള്ളിയിൽ ഉടുക്കുന്നത്. എനിക്ക് പുതിയതൊന്നും മേടിച്ചില്ലല്ലോ, പിള്ളേർക്ക് മാത്രമല്ലേ മേടിച്ചുള്ളൂ. അപ്പോൾ സാരി ഉടുക്കാമെന്ന് വിചാരിച്ചു. ഈ സാരിയൊന്നും പള്ളിയിൽ ഉടുത്തിട്ടേ ഇല്ല. അപ്പോൾ ഉടുക്കാത്ത സാരിയൊക്കെ ഉടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെ സാരി ഉടുക്കാമെന്ന് വിചാരിച്ചിട്ട് സാരി ഞാൻ തേച്ചുകൊണ്ടിരിക്കുക. വീട്ടിൽ നിന്ന് തേച്ചില്ലായിരുന്നു കേട്ടോ, ഇവിടെ വന്നിട്ട് തേക്കാമെന്നും പറഞ്ഞാൽ അതിനും കൂടെ സമയം പോവും. അപ്പോൾ അങ്ങനെ എല്ലാവരുടെ ഡ്രസ്സൊക്കെ തേച്ച് പെറുക്കി. പിള്ളേരുടെ പുതിയ ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ പുറകിൽ ആ ടാഗൊക്കെ കിടക്കുന്നത്. അതൊന്നും പൊട്ടിക്കാതെ നേരെ അങ്ങ് എടുത്തിടുകയാണ് ചെയ്തത്. അപ്പോൾ പിള്ളേർ വേഗം ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പിന്നെ അവരുടെ മേക്കപ്പ് ബോക്സൊക്കെ തുറന്ന് മേക്കപ്പ് ചെയ്യലാണ്. കുഞ്ഞാമി മേപ്പൊക്കെ ചെയ്യുന്ന രംഗം കണ്ടുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞാമി ഭയങ്കര മേക്കപ്പിൻ്റെ ആളാണ്. അപ്പോൾ അതൊക്കെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞാമി. ഉണ്ണിയാണെങ്കിൽ ഉണ്ണിയുടെ മുടിയിലെ ചെടയൊക്കെ വെളുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. കുറേ ശ്രമിച്ച് കുറേയൊക്കെ അവൾ വെളുത്തും. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ ചെന്ന് വൃത്തിക്ക് വെളുത്തി കൊടുക്കും കേട്ടോ. അങ്ങനെ ഒറ്റയ്ക്ക് അവളെ കൊണ്ട് മൊത്തത്തിൽ വെളുത്താനൊന്നും പറ്റത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടില്ല. ഇങ്ങനെ ചുരുണ്ട മുടിയും കൂടെ ആയതുകൊണ്ട് അവൾക്ക് നല്ല ബുദ്ധിമുട്ടാണ് വെളുത്താൻ വേണ്ടിയിട്ട്. ഈ മുടി ഇങ്ങനെ വളർത്തുന്ന പറഞ്ഞാൽ ചുരുണ്ട മുടി ആയതുകൊണ്ട് നല്ല പാടാണ്. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ ഉണ്ണിയുടെ ഹെയറൊക്കെ സെറ്റ് ചെയ്തു, കെട്ടിയൊക്കെ കൊടുത്തു. അപ്പോൾ ഉണ്ണി എങ്ങനെയുണ്ടെന്ന് സ്റ്റൈലൊക്കെ നോക്കുക, കുറച്ച് മുടി ഫ്രണ്ടിലേക്കൊക്കെ ഇട്ട്. അപ്പോൾ കുഞ്ഞാമി സെറ്റായി, ഉണ്ണി സെറ്റായി. പിന്നെയാണ് ഇനി എൻ്റെ പരിപാടി. ചെറുക്കനെ പുറത്ത് കൊടുത്തിട്ടാണ് ഞാൻ വേഗം റെഡിയാവാൻ വേണ്ടിയിട്ട് ഇറങ്ങി കയറിയത് കേട്ടോ. സാരി ഉടുക്കണം. സാരി പിന്നെ ഇങ്ങനെ പിൻ ചെയ്യുന്നില്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ ഉടുത്ത് തീർക്കാൻ പറ്റും. അപ്പം ഞാനിതാ ഇങ്ങനെ സാരിയുടെ പ്ലേറ്റ് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുമാരെ കൊണ്ട് ഞാനിങ്ങനെ അടി കറക്റ്റായിട്ട് പിടിപ്പിക്കുകയായിരുന്നേ. അങ്ങനെ പിടിച്ച് വലിക്ക് സെറ്റാക്കി താന്നും പറഞ്ഞാൽ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എനിക്കൊരു പുതിയ കമ്മൽ മേടിച്ചായിരുന്നു, ഇങ്ങനെ ചെറിയ പോലെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന റെഡ് കളറുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. വലിയ വലിപ്പമൊന്നുമില്ല, കുഞ്ഞായിട്ട് ഇങ്ങനെ കിടക്കും. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാനിങ്ങനെ മേടിച്ചപ്പോൾ കാണിച്ചാണേ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. മുത്തിങ്ങനെ ചുമപ്പ് ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വേഗം ഇട്ടു. അപ്പോൾ ആ ചെറുക്കൻ കച്ചറ ഉണ്ടാക്കുന്നതിന് മുമ്പേ എനിക്ക് ഒരുങ്ങി തീരണമല്ലോ. അപ്പോൾ അങ്ങനെ വേഗം ഞാൻ ഒരുങ്ങി തീർന്നു കേട്ടോ. പിന്നെ ചെറുക്കൻ്റെ പുതിയൊരു പാൻറ്റും ഡ്രസ്സൊക്കെയാണ് മേടിച്ചത്, ടീഷർട്ടൊക്കെയാണ് മേടിച്ചത്. അതൊക്കെ കുത്തിക്കയറ്റാൻ വേണ്ടി കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ സമ്മതിക്കുകയായിരുന്നു, അവൻ ചൂടെടുത്തിട്ട് ഇതൊന്നും ഇവന് ഇരുന്ന് ഇഷ്ടമില്ല. അപ്പോൾ അതാണ് കേട്ടോ യേശക്കുട്ടൻ്റെ പുതിയ ഉടുപ്പ്. അപ്പം ഞാനും മമ്മിയൊക്കെ റെഡിയായി. അപ്പം ഞങ്ങൾ ചുമ്മാ ഞങ്ങളുടെ ഒന്ന് ഫോട്ടോ ഒന്ന് എടുത്തേന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ നിന്നാണേ. അപ്പോൾ ഇതാ പിള്ളേരും എല്ലാവരും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം വേഗം തന്നെ നേരത്തെ പള്ളിയിൽ പോകാമെന്ന് വിചാരിച്ചിട്ടോ. 10:30 ഞങ്ങൾ 10 മണിയാകുന്നതിന് മുന്നേ തന്നെ റെഡിയായി പള്ളിയിലോട്ട് പോയിട്ടോ. ഇപ്രാവശ്യമാണ് നേരത്തെ പോകുന്നത്, അല്ലേ താമസിച്ചേ പോകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് താഴെ നടന്ന് വണ്ടിയുടെ അടുത്ത് എത്തിയപ്പോൾ ഞങ്ങളൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോസ് ചെയ്ത് നിന്നതാണേ. അപ്പം ലിൻറ്റോ ഉണ്ടായിരുന്നു, ലിൻറ്റോ ഒരു വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞിട്ട് അങ്ങനെ ലിൻറ്റോനെ കൊണ്ടൊരു വീഡിയോ എടുപ്പിച്ചാണ്. അങ്ങനെ നമ്മൾ നേരെ പള്ളിയിൽ പോയി. പള്ളിയിൽ ഈശോ ഉയർത്തൊക്കെ എഴുന്നേറ്റ് അത് കഴിഞ്ഞ് നമുക്ക് അവിടുന്ന് പള്ളിയിൽ നിന്ന് മുട്ട കിട്ടിയിട്ടുണ്ടായിരുന്നേ, ഈസ്റ്റർ മുട്ട കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള മുട്ടയായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ പിന്നെ പാലക്കയത്തിനാണ് കേട്ടോ വന്നത്, ചിരിക്കപ്പാറയ്ക്ക് പോയില്ല. എന്നിട്ട് പാലക്കയത്ത് വന്നപ്പോഴത്തേക്ക് ഇതാ സ്കെച്ചൊക്കെ എടുത്ത് ആ മുട്ടയിൽ മൊത്തം ഈ ഓരോ ഡ്രോയിങ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈസ്റ്ററിനും ഓരോന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എഴുതി മുട്ട സെറ്റാക്കി. ഉണ്ണിക്ക് നോയമ്പായതുകൊണ്ട് ഉണ്ണി പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഈസ്റ്ററിന് മുട്ട പുഴുങ്ങി അതിലിങ്ങനെ ഹാപ്പി ഈസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് എഴുതി തരണമെന്ന്. അപ്പോൾ അത് അപ്പനും പിള്ളേരും ഞാനും എല്ലാം കൂടി ഇരുന്നിട്ട് രാത്രി തന്നെ 1:30 ആയി കാണും. അപ്പം തന്നെ അങ്ങനെയൊക്കെ ചെയ്തു. എന്നിട്ട് പിന്നെ അങ്ങ് ഒറ്റ കിടന്നുറങ്ങലങ്ങ് ഉറങ്ങി. എന്നിട്ട് പിന്നെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നേരെ വീണ്ടും ചിനിക്കപ്പാറയ്ക്ക് വന്നു. ഇവിടെ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് നേരെ വീണ്ടും അങ്ങോട്ട് പോയി. പിന്നെ അവിടെ നമ്മളത് വട്ടയപ്പമൊക്കെ ഉണ്ടാക്കിയായിരുന്നു. വട്ടയപ്പം മുറിച്ചു. പിന്നെ കള്ളപ്പം
ബീഫ് കറിയായിരുന്നു രാവിലെ. അപ്പോൾ അതും അങ്ങനെ കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ബിരിയാണിയാണ് കേട്ടോ. ഉച്ചയ്ക്കത്തേക്ക് നമ്മൾ ബിരിയാണിയാണ് വെക്കാൻ വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ ബിരിയാണിക്ക് ഇതാ ചിക്കൻ കറിയൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ മമ്മി അതാ അവിടെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ചെറുക്കൻ്റെ വാക്കറൊക്കെ കൊണ്ടാണ് കേട്ടോ ഞാൻ പോയത്. അങ്ങനെയാണെങ്കിൽ അവനെ വാക്കറെ വിടാമല്ലോ, അവനെ പിടിച്ചുകൊണ്ടിരിക്കണമല്ലോ. അങ്ങനെ അത് അവൻ വാക്കറിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണിയൊക്കെ സെറ്റാക്കി എടുത്തു. ഇപ്രാവശ്യം ഇതാണ് കേട്ടോ സ്പെഷ്യൽ, ബീറ്റ്റൂട്ട് ചമ്മന്തി. നല്ല ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മുടെ ബീറ്റ്റൂട്ട് ചമ്മന്തി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയായിരുന്നു. പിന്നെ നമ്മുടെ സാലഡുണ്ട്, പിന്നെ നമ്മുടെ പോർക്കുണ്ട്, ചിക്കൻ, ബീഫ്, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ സാധാരണ ഉള്ള ഐറ്റംസൊക്കെ തന്നെ അതൊക്കെ ഒന്ന് റെഡിയാക്കി സെറ്റാക്കി എടുത്ത്. പിന്നെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇപ്രാവശ്യം താമസിച്ചായിരുന്നു, 2 മണിയൊക്കെ ആയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിത് എല്ലാ സാധനങ്ങളും ഞാൻ വേഗം കൊണ്ടുപോയി വെച്ചു. എന്നിട്ട് നമുക്ക് പ്ലേറ്റെങ്കിലും കഴുകണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ പ്ലേറ്റ് വേറെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതങ്ങനെ എടുത്ത് പ്ലേറ്റ് കഴുകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ അങ്ങനെയൊക്കെ പ്ലേറ്റൊക്കെ പറക്കി വെച്ചത്. ഉണ്ണിയും കുഞ്ഞാമ്മയും കൂടെ അപ്പുറത്ത് കളിക്കാൻ പോയതായിരുന്നു. ഉണ്ണിയുടെ ഫ്രണ്ടാണ് മിക. അപ്പോൾ അപ്പുറത്തുനിന്ന് മികേനെയൊക്കെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഇപ്പോൾ എല്ലാവർക്കും ഭക്ഷണമൊക്കെ വിളമ്പി കൊടുത്ത് അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം കുഞ്ഞാമ്മി അവിടെ അതിൻ്റെ ഇടയിൽ കൂടെ എന്നെ സഹായിക്കാൻ വേണ്ടി വിളമ്പാനും വെറുക്കാനൊക്കെ വരുന്നുണ്ട്. പിന്നെ പിള്ളേരെല്ലാവരും കൂടെ, അവർ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നോളാമെന്ന് പറഞ്ഞ് കുഞ്ഞാമ്മി, ഉണ്ണി, മികി ഇവരെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. അവർക്കങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരുടെയും കഴിപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും സാവധാനം മെല്ലെ ഞാനും മമ്മിയും കൂടെ ലാസ്റ്റ് ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചേ.